നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തൃശൂർ സ്വദേശിയായ ഒരു യുവതിയെ ഷാർജയിൽ കുടുങ്ങിക്കിടന്നു. അവർക്കൊപ്പം ഒരു കുഞ്ഞുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നുള്ള തരത്തിലൊക്കെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. UAE പോലുള്ള ഒരു സ്ഥലത്ത് വിസ കാലാവധി കഴിഞ്ഞതിന്റെ പേരിലാണ് ഈ യുവതിയും കുഞ്ഞും അവിടെ തടസ്സപ്പെട്ട് നിൽക്കുന്നത്, തിരികെ നാട്ടിലെത്താൻ പറ്റാത്തത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പേടി തന്നെയാണ്. കാരണം റഹീമിനെ പോലെയുള്ള നിമിഷപ്രിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇനിയും ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു റിപ്പോർട്ട്. ശരിക്കും എന്താണ് ഇന്നലെ തൃശ്ശൂരിൽ ആ ഒരു യുവതിക്ക് സംഭവിച്ചത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചേച്ചി, എന്താണ് ശരിക്കും അത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്? അതായത് വിസ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഭർത്താവിനെ CID കയ്യോടെ പിടികൂടി നാട് കടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഭാര്യയും 1.5 വയസ്സുള്ള കുഞ്ഞും ഷാർജയിൽ അകപ്പെട്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് ഈ യുവതി മടങ്ങാനായി സഹായം തേടുന്ന ഒരു അവസ്ഥയാണ്. അത് ഏതൊരു പ്രവാസിയുടെയും കണ്ണു നനയ്ക്കുന്ന ഒരു രംഗമാണ്. ആ കുഞ്ഞിന് ആഹാരം പോലും കൊടുക്കാൻ കഴിയാതെ ഈ സ്ത്രീ കരയുകയാണ്. തന്റെ ഭർത്താവ് നാട്ടിലേക്ക് പോയി, പക്ഷേ തനിക്കോ തന്റെ കുഞ്ഞിനോ താമസിക്കാനുള്ള ഒരു സൗകര്യമില്ല, ഭക്ഷണം കഴിക്കാനായി സഹായമില്ല. ഈ പറയുന്ന തൊട്ടടുത്തുള്ള പ്രവാസികളിലേക്ക് കാരുണ്യത്തോടെയാണ് ആ കുഞ്ഞിനെയും കൊണ്ട് ഈ ഒരു സ്ത്രീ ജീവിച്ചു പോകുന്നത്. അപ്പോൾ തങ്ങളെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്താൻ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. ഇതിപ്പം ചേച്ചി പറയുമ്പോ തന്നെ പ്രധാനമായിട്ട് പറയുന്നത് വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനെ നാട്ടിലേക്ക് അയച്ചു എന്നുള്ളതാണല്ലോ. ഇത് കേൾക്കുമ്പോൾ സ്വതവേ എല്ലാവരും പറയുക, രാജ്യത്തിന്റെ നിയമം തെറ്റിച്ചതിന്റെ ഭാഗമായിട്ട് ഈ യുവാവ് അവിടെ കഴിഞ്ഞതുകൊണ്ടല്ല, അനുഭവിച്ചോട്ടെ എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വാർത്തയിലും ഇത് തന്നെയായിരുന്നു പലരും പറഞ്ഞത്. നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചോട്ടെ എന്നുള്ള തരത്തില്. ഇത് ശരിക്കും നിയമം തെറ്റിച്ചു എന്നതിനേക്കാൾ ഉപരി ഇത് പറ്റിക്കപ്പെട്ടു എന്നുള്ള ഒരു സാഹചര്യമാണ്. ഷാർജയില് ഒരു മലയാളി തന്നെയാണ് ഈ ഒരു മലയാളി കുടുംബത്തെ പറ്റിച്ചത്. ഇവിടെ ഈ പറയുന്ന തൃശൂർ സ്വദേശിയുടെ ഭർത്താവും കൂടെയാണ് ദുബായ് ഷാർജയിലേക്ക് പോകുന്നത്. അപ്പോ ഷാർജയില് ഇദ്ദേഹത്തിന് ഷെഫായിട്ടാണ് ജോലി. അപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്താണ് ഇവരുടെ വിസ കാലാവധി കഴിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വിസ കാലാവധി കഴിഞ്ഞ് 6 മാസം അവിടെ തുടരാം. അതിനിടയിൽ വിസ പുതുക്കണം എന്നുള്ളൊരു സിസ്റ്റമാണ്. അപ്പൊ ആ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് സഹായിക്കാം എന്ന് പറഞ്ഞ് കൂടെ കൂടിയ ആളാണ് ഈ പറയുന്നത്. ആ യുവാവ് ജോലി രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ജോലി രാജിവെച്ചു. അല്ല, അതിനിടയിലും ഇയാള് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിസ പുതുക്കാൻ വേണ്ടിയിട്ട്, മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു സാഹചര്യത്തില് നമുക്ക് അറിയുന്ന ആളുകളുടെ ഒരു ഹെൽപ്പാണല്ലോ നമ്മൾ നേടുക. അതുപോലെ തന്നെ ഒരു മലയാളിയുടെ സഹായം നേടുന്നു. ഈ തമ്പാൻ എന്ന് പറയുന്ന ആളാണ് ഇവരെ സഹായിക്കുന്നത്. ഇവര് തന്നെ പറയുകയാണ് വിസ പുതുക്കാനുള്ള നടപടികൾ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയുന്നത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ജോലിയില്ലാതെ ജോലി രാജിവെച്ച് ഭാര്യയും കുട്ടിയുമായിട്ട് നിൽക്കുന്ന, മറ്റൊരു രാജ്യത്ത് നിൽക്കുന്ന ഒരു യുവാവ് സ്വാഭാവികമായിട്ടും പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ അത്രയും കാലം സമ്പാദിച്ച, അല്ലെങ്കിൽ ആകെ കയ്യിൽ എടുക്കാനുള്ള പൈസ തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. അത്തരത്തില് ഉണ്ടായിരുന്ന ഏക പൈസ എടുത്ത് ഒരാൾക്ക് കൊടുത്തുന്നു, ആള് പറ്റിച്ച് കടന്നു കളയാണ്. പിന്നെ വേറെ വഴിയില്ല. അങ്ങനെയാണ് അയാള് അവിടെ വിസ പുതുക്കാതെ തുടരുന്നത്. ഏകദേശം ഒരുപാട് 2 വർഷത്തോളം അവര് അവിടെ തുടരുന്നു എന്ന് പറയുന്നു. ഇതിനിടയിൽ ഇവർക്ക് വിസ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷാർജയിലെ നിരവധി ആളുകൾ ഇവരെ ചൂഷണം ചെയ്യുകയാണ്. ഇയാള് എന്ന് പറയുന്നത് ഷെഫാണ്. അപ്പം ഇയാളെ കയ്യിൽ ഒരു കൃത്യമായിട്ടുള്ള ചെയ്യാനുള്ള ഒരു, അയാളുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് അയാൾ ഒരു ഷെഫാണ്, നല്ല രീതിയിൽ അയാളെ കൊണ്ട് ജോലി എടുപ്പിക്കാം. അപ്പം ഈ അവസരം മനസ്സിലാക്കി ഷാർജയിലെ പല ആളുകളും ഇയാളെ പിടിച്ചു നിർത്തുകയാണ്. ഇയാളെ പല കടകളിലും ഓവർ ടൈം ഒക്കെ ജോലി ചെയ്യിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും വിസ ഇല്ലാത്ത ഒരാളാണ്, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുഞ്ഞുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ വേണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിയമവിരുദ്ധമാണെങ്കിലും അദ്ദേഹം അവിടെ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെയാണ് ഇവരവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് UAE കുറച്ചു കാലമായിട്ട് ഈ അനധികൃതമായിട്ട് വിസ കാലാവധി കഴിയുന്നവരും വിസ ഇല്ലാതെയും വിസ തട്ടിപ്പിന്റെ പേരിൽ നിൽക്കുന്ന, അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവരും അനധികൃതമായിട്ടുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ UAE കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഇവര് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇയാളെ പിടികൂടുന്നത്. അപ്പം ഇയാളെ പിടികൂടിയപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ എംബസിയായിട്ട് സംസാരിക്കുന്നു. ഈ പിടികൂടിയ വ്യക്തിയെ തിരികെ നാട്ടിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ ഭർത്താവിനെ നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. അതാണ് അവിടുത്തെ ഒരു നിയമം എന്ന് പറയുന്നത്. 20 ദിവസം
അതായത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളല്ല എങ്കിൽ ഉം. 20 ദിവസത്തോളം കിടക്കും. കഴിഞ്ഞ അഫാൻ കേസിലൊക്കെ നമ്മൾ കണ്ടാണല്ലോ, റഹീമിനെ അതെ തിരികെ അതെ. നാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചു. റഹീനെ 2 ദിവസം രണ്ട് ജയിലിലാക്കി. ദിവസത്തെ ഉം. 2 ദിവസം നിർത്തിയിട്ടുള്ളൂ. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇയാളെ 20 ദിവസം ജയിലിൽ കിടത്തുന്നു, തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു. പക്ഷേ അപ്പം ഇവിടെ ചോദ്യമായിട്ട് മാറിയത് ഈ ഭാര്യയും കുട്ടിയും എന്ത് ചെയ്യുന്നുള്ളത്. കാരണം വെച്ചാൽ ഈ ഭാര്യയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ജോലി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ കുഞ്ഞെന്ന് പറയുന്നത് വെറും 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ്. അപ്പം അവര് ഇപ്പോഴും അവിടെ തന്നെ ഷാർജയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ കുട്ടി ഉണ്ടാകുന്നത് ഇവർ രണ്ടുപേരും ഷാർജയിൽ എത്തിയപ്പോഴാണ്. അപ്പം അവിടെ നിന്ന് കുട്ടി ഉണ്ടായ സമയത്ത് കുട്ടിക്ക് വിസയും അതുപോലെ തന്നെ പാസ്പോർട്ടും എടുക്കാനുള്ള സാമ്പത്തിക ഇവർക്ക് ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അതെ. ജോലി രാജിവെച്ച് നിൽക്കുന്ന സമയമാണ്. വീട്ടിൽ വിളിച്ച് പൈസ ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. എങ്കിൽ പോലും ബന്ധുക്കളുമായിട്ടുള്ള കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് പാസ്പോർട്ടോ വിസയോ എടുത്തിട്ടില്ല. ഉം. അതുകൊണ്ട് തന്നെ ഇവർക്ക് തിരികെ നാട്ടിലേക്ക് വരാനും പറ്റില്ല, പക്ഷെ അവിടെ തുടരാനും പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ്. പക്ഷെ ഈ ഒരു യുവതി മാത്രം എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്ത്രീകൾ സ്വയം പര്യാപ്തരാണ്, അവർക്കെല്ലാം ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ഇപ്പം ഇത് കേട്ട് നിൽക്കുമ്പോൾ ചിലർക്ക് ആ ഒരു വെറുതെ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ചൊറിയാൻ വേണ്ടിയിട്ട് ആളുകൾ അതെ സംസാരിക്കുന്ന രീതിയിൽ തീർച്ചയായും. വേണേൽ ചോദിക്കാം. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മറ്റൊരു നാട്ടിൽ നിൽക്കുമ്പോൾ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ സ്വന്തം നാട്ടിൽ നിന്ന് കാര്യങ്ങൾ പ്രാപ്തമാക്കുന്നത് പോലെയല്ല മറ്റൊരു നാട്ടിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഈസി ആക്കി എടുക്കുക എന്നുള്ളത്. അപ്പം ആ സ്ത്രീയും കുഞ്ഞും ഇപ്പൊ അവിടെ താമസിക്കുന്നത് ഭയങ്കര ദയനീയമായിട്ടാണ്. അതെ, ആ കാരണം കുഞ്ഞിന്റെ വിശപ്പ് അടക്കാൻ പോലും അവര് കഷ്ടപ്പെടുകയാണ്. ആ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ അവർക്ക് ഒരു അമ്മ എന്ന ഒരു തരത്തില് അവർ എത്രത്തോളം അത് സഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാണ്. അവരവിടെ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിലാണ്. ഉം. അപ്പാർട്ട്മെന്റില് വാടക കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ ആ നമുക്ക് 3 മാസത്തെ ചിലർക്കൊക്കെ കുടിശ്ശിക. ചോദിക്കും. പക്ഷെ വാടക കുടിശ്ശികയാണ്. ഇവര് ഷെയർ ആയിട്ടാണ് ഉം. നിൽക്കുന്നത്. അപ്പം ആ ഷെയർ ഇടുന്ന വ്യക്തിയുടെ ഒരു സഹകരണത്തിലൂടെ മാത്രമാണ് ഇപ്പോ ആ അമ്മയും കുഞ്ഞും അവിടെ തുടരുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തില് ഈ അമ്മയും കുഞ്ഞും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറയുന്നത് ഈ പറയുന്ന റഹീമിനെ പോലെയുള്ള, നിമിഷപ്രിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ വിദേശത്തൊക്കെ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം ഇവര് നാട്ടില് ഇങ്ങനെ അവിടെ കുടുങ്ങി കിടക്കുകയാണെന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവരെ കുറിച്ചും അറിയില്ലായിരുന്നു. ഇനിയൊരു പക്ഷെ 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇവരെയും ഇത്തരത്തിൽ സ്വാഭാവികമായിട്ട് ഇവരുടെയും വിസ കാലാവധി കഴിയുമല്ലോ ഈ ആ അതെ, സ്ത്രീയുടെ. ഇവര് ആ പറയുന്നുണ്ട് വാടക കുടിശ്ശികയും വിസ കാലാവധി കഴിഞ്ഞുകൊണ്ട് അതിന്റെ പിഴ, പിന്നെ കുട്ടിക്ക് ഉം പാസ്പോർട്ട്, പിന്നെ 2 പേർക്കും ഔട്ട് പാസ്, ഇവയെല്ലാം കൂടി ഏതാണ്ട് ഒരു 8,000-ഓളം വേണ്ടി വരുമെന്നാണ് ഈ സാമൂഹിക ഉം പ്രവർത്തകരടക്കം ഉം. പറഞ്ഞിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഇവരും നിയമവിരുദ്ധരാണ്, നിയമവിരുദ്ധമായിട്ട് താമസിക്കുന്നവരാണ് എന്നുള്ള വാർത്ത വരും. അപ്പോഴും ഇവരെ കുറ്റം പറയാനുള്ള ആളുകൾ മാത്രമേ കാണുള്ളൂ. അപ്പം ഇത് ശരിക്കും അവിടെ പെട്ടുപോയതാണ് എന്നുള്ളൊരു വാസ്തവമുണ്ട്. അതിനേക്കാൾ ഉപരി ഈ 9 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു നിസ്സഹായ അവസ്ഥയുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങളും. ഇവരെ എന്തായാലും സഹായിക്കാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ തയ്യാറാകുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചന. അതുപോലെ തന്നെ ഇവരെ സഹായിക്കാൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാൻ ഒരു നമ്പറൊക്കെ ഇപ്പോ സമൂഹ അതെ, മാധ്യമങ്ങളിൽ സാമൂഹ്യ പ്രവർത്തകൻ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. പങ്കുവച്ചിട്ടുണ്ട്. ആ നമ്പർ എന്ന് പറയുന്നത് 97 15 21 59 93 16. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയാത്തത് നിയമപരമായിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്തരത്തിലൊരു വാർത്ത കിട്ടുമ്പോൾ ഇത് ശരിക്കും നടന്നതാണ് എന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ അവര് നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് അതെ. ചെയ്തിട്ടില്ല, നമ്മളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു പേരും കാര്യങ്ങളൊന്നും പറയാത്തത്. എന്തായാലും ഇവരുടെ വിവരങ്ങൾ കൂടുതൽ കിട്ടണമെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്കും അതിൽ വിശ്വാസം വന്നെങ്കിൽ മാത്രം നിങ്ങൾ അവരെ സഹായിക്കാൻ ശ്രമിക്കുക.